ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു മസാല കൂട്ട് തയ്യാറാക്കുന്നതാണ്. നമ്മൾ സാധാരണ ചിക്കനിലേക്കും ബീഫിലേക്കും ഒക്കെ ഞാൻ ഈ മസാല ഇടും. പക്ഷേ അതിൻ്റെ അളവ് വ്യത്യാസത്തിലിടുന്നു മാത്രമേ. അപ്പം നമുക്ക് ആദ്യം തക്കോല എല്ലാം 100 ഗ്രാമാണ് ഞാൻ വാങ്ങിച്ചോണ്ട്. ഇത് കരയാമ്പൂവ്, പെരുംജീരകം, ഏലക്കായ, കശകശ, പട്ട ഒക്കെ 100 ഗ്രാം വീതം. പിന്നെ ഒരു കുരുമുളക് ഞാനിടുന്നില്ല, കാരണം ഞാനത് പൊടിച്ച് വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആണ്. പിന്നെ ഇതിൽ ഞാൻ സാധാ നമ്മുടെ ചെറിയ ജീരകം, ഇത് ജാതിര കുറച്ച്, അതൊക്കെ കുറേശ്ശെ ഇട്ടാൽ മതി. കുറച്ച് അരിമോദകം കൂടി ഉണ്ട് കേട്ടോ. ഞാനത് പറയാൻ വന്നു. ജീരകവും അരിമോദകവും ഒരു 10-15 ഗ്രാം വീതം ഉണ്ടാവും. പിന്നെ ഇതൊരു ചെറിയൊരു 2-3 ഗ്രാം ഉണ്ടാവുള്ള ഈ ജാതി, ഇതൊക്കെ കൂടിയാണ് ഞാൻ പൊടിക്കുന്നത്. അപ്പോൾ ഓരോന്ന് പൊടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. സെപ്പറേറ്റ് പൊടിക്കുള്ള കാരണം, വറക്കുള്ള കാരണം, പലതിനും പല ഒരു ഇതായ കാരണം തക്കോലാണ് ഇപ്പത്. തക്കോല ഞാൻ പൊട്ടിച്ചിട്ട് വന്നത്. അപ്പോൾ വറവ് ശരിയാവും. തക്കോല ശരിയായില്ല, അല്ലാണ്ട് വറുത്ത കഴിച്ച് കളയരുത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം. ഇപ്പോൾ ഒരു പാകമായിട്ട് നമുക്ക് പട്ട പൊടിക്കാൻ അത് ഞാൻ ഒരുവിധം ചെറിയ കഷ്ണങ്ങളാക്കി പൊടിക്കാൻ എളുപ്പത്തിനുണ്ട്. നമ്മൾ മിക്സിയിലല്ല പൊടിക്കുന്നത്, കല്ലിലാണ് പൊടിക്കുക. അപ്പോൾ അതാണ് വല്ലാണ്ട് വറുത്ത് അതിൻ്റെ ഇത് കളയരുത്. വറുക്കും വേണം, അതേസമയം കേടാവാണ്ടിരിക്കാനായിട്ടൊന്ന് വറുത്ത് വയ്ക്കും വേണം. അതേസമയം വല്ലാണ്ട് വറുത്ത് അതിൻ്റെ മണം ഗുണമൊന്നും കളയരുത്. സെപ്പറേറ്റ് ഇട്ട് വറക്കണം, കാരണം ഇത് പലതും പല പോലെയാണ്. ഇതിനൊക്കെ നല്ല കട്ടിയാണ്. അപ്പം ഇത് ഇത്തിരി നേരം ഇട്ട് ഇളക്കിയിട്ട് ഇതൊക്കെ പെട്ടെന്നാവും. ഞാൻ വല്ലാണ്ട് വറുത്തെടുക്കില്ല അത്. നല്ല അതിൻ്റെ ഒരു മണമൊക്കെ വരുള്ളൂ. ഇത് ഒരു അതിൻ്റെ പട്ട, ഏലക്കായ, ഏലക്കായ വറുത്തുകൊണ്ടിരിക്കണം.
ഏലക്കായ കരയാൻ പോവാണ്. അതിനൊന്നും അധികം ഇല്ല, അധികമാക്കാൻ പാടില്ല. ഇതിട്ടുണ്ട് ഇതിലിപ്പോൾ അയിമോദവും ജീരകം ഇട്ടു. പിന്നെ കസകസ കസകസി അത് ഓരോന്നിൻ്റെ അളവ് നോക്കിയിട്ടില്ല. കരയാൻ വിട്ട് അതിന് ശേഷം ഞാൻ പെരുംജീരകം ഇട്ടു. പിന്നെ അയിമോദകവും ജീരകം ഇട്ടു. ജാതിപത്രിയിലിട്ടുണ്ട്. അത് അധികം ഇടാൻ പാടില്ല, കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ മസാലയൊക്കെ കൂടി ഞാൻ ഇതിലിട്ടിട്ടാണ് ഇടിച്ചത്. അപ്പോൾ നമ്മൾ ഈ മിക്സിയിലൊക്കെ ഇടിക്കുമ്പോൾ അതിൻ്റെ ഒരു ചൂടും ഇതൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി കിട്ടില്ല. അപ്പോൾ അതിനാണ് ഞാൻ അതിലിട്ട് പൊടിക്കുന്നത്. പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലിത്തിരി നമ്മുടെ ഏലക്കായയുടെ തൊലിയാണ് ശരിക്കും പൊടിഞ്ഞിട്ടാണ് ഒരു പാട്. അത് എടുത്ത് ഞാൻ ഇടണേന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ഒരു മണ്ണുണ്ട്, അതൊന്നും പോണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനാണെങ്കിൽ മാറ്റിയിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതാണ് ഇപ്പോൾ ഞാൻ പൊടിച്ചെടുത്തത്. കുറേ നാളത്തേക്കായി നമ്മൾ വെള്ളം ഉണ്ടാവാണ്ട് അങ്ങനെ തന്നെ അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാനെന്ന് വെച്ചാൽ എനിക്കിനി വേറെ മസാലകളൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. ചിക്കൻ മസാല, ബീഫ് മസാല എന്നൊന്നും പറഞ്ഞാൽ ഞാൻ മേടിക്കുന്നില്ല. ഇതന്നെ ഉപയോഗിക്കുക. അതതിൻ്റെ ക്വാണ്ടിറ്റിയും അതനുസരിച്ച് നമ്മൾ ഉപയോഗിക്കും. അതിന് നല്ല മണമുണ്ട്. നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒക്കെ വലിയ മണക്കില്ല. അതിൻ്റെ ഒരു ടേസ്റ്റും ഇതൊക്കെ വരണമെങ്കിൽ നമ്മൾ തന്നെ പൊടിച്ചുണ്ടാക്കി ചെയ്യണം. ഇപ്പോൾ ഏലക്കായയുടെ തൊലി അങ്ങനെ ശരിക്കും ഇതായിട്ടില്ല. സാറില്ല, കിടന്നോട്ടെ. മസാല നിങ്ങൾക്ക് പൊടിച്ച് വയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നല്ല മണവും നല്ല ഇതൊക്കെ ഉള്ളൊരു മസാലയാണ്. എല്ലാവരും എന്നോട് ചോദിക്കാതെങ്കിലും കറി വീട്ടിൽ വരുമ്പോൾ നീ ഇങ്ങനെ മസാല ഇതൊന്നും വാങ്ങിക്കില്ല, മസാല എങ്ങനെ ഉണ്ടാക്കണതാണ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണവും ഗുണമൊക്കെ ഉണ്ട്. കുറച്ച് ബുദ്ധിമുട്ടണമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.